നമ്മുടെ അവിടെ ഉണ്ടല്ലോ മത്സ്യർക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നേക്കുന്നത് കേട്ടോ. സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവണത്. എന്ത് ഹൈറ്റിലാണ് പൊന്തിക്കണേന്ന് നോക്കിക്കേ. മത്സ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുല്ലൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഈ മരത്തിൻ്റെ ചിപ്പാണത്. ഞാൻ അത് കാണിക്കാം ചെല്ലുമ്പോൾ. അത് പൊന്തിയിട്ട് അത് താണു പോകുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് ഇടാനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട്, പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് മഴ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴയ്ക്ക് ഇത് അവിടെ നിന്ന് നല്ല കാല് വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇലയുടെ കളറൊക്കെ. ഇപ്പോൾ നല്ല ഭംഗിയുള്ള കളർ, പുതിയ ഇലയാണല്ലോ, അതുകൊണ്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല തത്തമ്മ പച്ച കളറ്. വൈകുന്നേരം മീൻ പിടിക്കാൻ പോയി എപ്പോഴെത്താന്ന് തന്നെ അറിയാം. പുല്ല് കുറേ വലുതായി വന്നിട്ടുണ്ട്. പോൾസേട്ടനവിടെ ട്രിമ്മർ വെച്ചിട്ട് അത് കളയുന്നു കേട്ടോ. അത് കളഞ്ഞിട്ട് വേണം അവിടെ ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ മത്സ്യൻ്റെ മുകളിൽ കൂടെ പുല്ല് കയറി വരും. ഇവിടെ നിട്ട് പോവല്ലേ? അപ്പോൾ അതാ നോക്കിയേ, നമ്മുടെ മളിച്ച് ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് ഇട്ടു. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ തിങ്കളാഴ്ച കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് നേരം കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. പക്ഷെ നല്ല വെയിലാണ്. കുറേ ഞാൻ കൊണ്ടുവന്ന് ഇട്ടുട്ടോ. ഞാൻ എൻ്റെ തൊപ്പി ഗ്ലാസ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല വെയിലായാണ്. ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ കൊണ്ടുവന്ന് ഇടുന്ന കോരിയുടെ സാധനം. കുറേയൊക്കെ നമ്മൾ ഇട്ടു, ഇനിയും കുറേ ഇടാനുണ്ട്. സത്യം പറഞ്ഞാൽ വെയിലറിയിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് തോന്നി. കാരണം നല്ല വെയിൽ. പിന്നെ അങ്ങനെ പിടിക്കുന്ന സമയത്ത് അല്ല, ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മടിയാണ്. കാരണം എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നുള്ള വിചാരത്തിലാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു ഇത്രയായി കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ക്യാമറ വയ്ക്കാനുള്ള നമ്മുടെ ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഞാൻ ഓണാക്കി വയ്ക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പണിയുണ്ട്. പക്ഷേ മടി പിടിച്ചിരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പിന്നെ മടി പിടിച്ചിരിക്കും. പിന്നെ നാളെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുണ്ട്. അപ്പോൾ ഞാനിന്ന് പോൾസേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ എന്തായിരുന്നാലും ഇത് ചെയ്ത് തീർക്കുമെന്ന് വെച്ചിട്ട്. കാരണം ഒരു ദിവസം കൊണ്ട് മെനക്കെട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത് കഴിയും.
അത് അവിടെ ഒരു എണ്ണ നിൽക്കണ നോക്കി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ ആസ്പിൻ എങ്ങനെയാണെന്ന് വിചാരിക്കും. നല്ല വലുപ്പമുണ്ട് കേട്ടോ അവിടെ നിൽക്കണേ. കുറേ കിളികളെ കിടന്ന് പറക്കണുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് കുറച്ച് ഇടാനുണ്ട്. നമ്മുടെ ഈ വെള്ളപ്പം കൊണ്ടാണ് മരത്തിൻ്റെ അടിയിൽ ഇടുന്നത്. പിന്നെ അവിടെ പുല്ലിൻ്റെ അവിടെ സൈഡിൽ 2 മരം നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇട്ടില്ലേ നിറച്ചും പുല്ല് വരണം. അപ്പോൾ അവിടേക്കും കൂടി ഇടാനുള്ളത് ഉണ്ടാവും. അവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാ. എൻ്റെ പൊന്നെ, ഈ ചെറുക്കൻ എന്തായി കാണിച്ചേക്കണേ? ഇവിടെ ചിമ്പൂട്ടൻ ഞാൻ കുറച്ച് നേരമായിട്ട് എന്തോ മരത്തുമ്പോൾ കിടന്നിട്ട് സൗണ്ട് കേൾക്കണേ. ആ ചെറുക്കനെ, എൻ്റെ പൊന്നും കുറിച്ച് മുത്തപ്പം ചെറുക്കൻ കിളീനെ പിടിക്കാൻ കയറിയേക്കണ കയറ്റണ കാണുന്നത്. കുറേ നേരമായി കിടന്നിട്ട് അനങ്ങണേ. എങ്ങനെ കയറി വരണേ? എന്തൊക്കെയതേ ആ കിളിയോടെ കിടന്ന് പറക്കണേ. അവിടെ കിളിയാട്ടെ കൂട് കൂട്ടിയിട്ടുണ്ട്. ചെറുക്കൻ്റെ കാര്യം കാണണേ. എന്ത് വലിയ മരന്നറിയോ. രാവിലെ നേരമായിട്ടെ ഞാൻ ഓടാൻ പോയി വന്നു കഴിഞ്ഞിട്ടേ മരത്തുമ്മ കിടന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണാവോന്ന് കണ്ട ആ അതിൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ച് തിന്നാനായിട്ട് കയറിയേക്കുന്നത് അതിൻ്റെ മുകളിൽ. എന്ത് വലിയ മരമെന്നറിയോ. ഈ മരമാണ് പണ്ട് അവിടെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റ് വീശി ഇപ്പം മരം ഒടിഞ്ഞു വീണില്ലേ. മരത്തിൻ്റെ മുകളിൽ നിന്ന് അവർ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ കിളികൾ വന്നിട്ട് കിടന്നിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ചെറുക്കൻ്റെ കാര്യം പറഞ്ഞാൽ എന്തൊക്കെയോ കുറുമ്പുകളെ ചെറുക്കൻ കാണിച്ചു നോക്കണേന്ന് നോക്കിയിട്ട് നമ്മുടെ ആസ്പിൻകുട്ടൻ രാവിലെ ഇറങ്ങിയത് കേട്ടോ. അതാ അവൻ ബാത്റൂമിൽ പോകാനായിട്ട് സ്ഥലം കണ്ടുപിടിക്കുന്ന ആളാണ്. ചെറുക്കൻ്റെ പറ്റുന്നുണ്ട്. ചിമ്പോ, നീ എവിടെ പോയിരുന്നേ? എൻ്റെ പൊന്നും മോനെ, നിന്റെ ചെവിടെന്താ മേപ്പോട്ടിരിക്കണേ? ഇന്ന് വന്നേ നിന്നോട് ഞാൻ കുറച്ച്. ഏത് കിളീനെ പിടിച്ച് തിന്നാനാ പോയത്? പോയേക്കണോ? അവിടെ കിളി കിടന്ന് പറക്കണ കണ്ടിട്ട് കയറിയേക്കുന്നത്. അടുത്ത കയറ്റത്തിന് കയറുന്നുണ്ട് കേട്ടോ. അവിടെ ആ കിളിയുടെ കുഞ്ഞാട്ടുണ്ട്, അതിനെ പിടിച്ച് തിന്നുന്നവൻ. അവന് കിളീനെ വലിയ ഇഷ്ടമാണ്. അതിനെ മുകളിലേക്ക് നോക്കുന്നതാണ് കാണുന്നത്. എങ്ങനെയാ കണ്ടുപിടിച്ചാവോ? ആ കിളികളെല്ലാം കൂടിയിട്ട് അവനെ കൊത്തി നിന്ന് പരിവാക്കാം. അവന് പേടിയൊന്നുമില്ല. ആസ്പിൻ അതൊന്നും കണ്ടിട്ട് ഇഷ്ടാവണില്ല. ആ മേപ്പോട്ട് നോക്കി നിൽക്കണം അവിടെ. കിളീനെ കൊണ്ട് വരുന്നവനില്ല. അയ്യോ, അവിടെ കിളി കിടന്ന് പറക്കണം. അയ്യോ, താഴെ വീഴുന്നാണല്ലോ. ആ കിളിയോടെ കിടന്ന് പറക്കണുണ്ട്. ആ അതിൻ്റെ കുഞ്ഞാട്ട് അവിടെ നിന്ന് താഴെ വീണുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുവരും അവൻ. അത് നോക്കണത് കേട്ടോ. ഏതാണ്ട് അവിടേക്ക് വീണുണ്ടായിരുന്നു. എല്ലേടോ കിളിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിളിയാന്ന് എനിക്ക് തോന്നണേ. ഇപ്പോൾ കൊണ്ടുവരും. ചാടിയിട്ടുണ്ട്. ആസ്പിൻ അത് കണ്ടിട്ട് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആസ്പിൻ അതൊന്നും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ആസ്പിൻ അതിനെ ക്ലീനൊന്നും പിടിക്കത്തില്ല. നമ്മുടെ ആസ്പിനെ നോക്കിക്കേ. ആസ്പിനെ ഇപ്പോൾ ചിമ്പുവിനെ കാണുമ്പോൾ പേടിയാണ്. കാരണം ഇവന് ഈ ക്ലീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആസ്പിൻ്റെ വിചാരം ചിമ്പുവോടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇവൻ പിടിച്ച് തിന്നുമെന്നാണ് പേടിച്ചിട്ട്. കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല. കണ്ട, ടൂറ് തുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ടൂറ് തുറന്നിട്ട് അവൻ ഒരു കൂസലില്ലാണ്ട് നിൽക്കണം. അവന് പേടിയുണ്ട്. ഇവൻ പിടിച്ച് തിന്നുമെന്നുള്ള പേടി. മോമ കയറിക്കോ. ജീവനും കൊണ്ട് കയറി. അവിടെ കിളികളുണ്ടല്ലോ, തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ജനലുമ്പോൾ ഒന്ന് കൊട്ടുന്നതാണ്. നല്ല ഭംഗിയുള്ള കിളിയാട്ടത്. എൻ്റെ പേര് കാടിനൽ എന്നാട്ടാ. കുറേ നേരമായി കൊട്ടൽ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കൊട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ തീറ്റ വെച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങളൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കും. എന്നാൽ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള പൂ ഉണ്ടായിരിക്കണമെങ്കിൽ
എന്താ നമ്മുടെ പൂച്ചക്കൂട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് ഓടണം എന്നാ വിശക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഫുഡ് തീർന്നിരിക്കുകയായിരുന്നേ. ഇവർക്ക് വേറെ മറ്റേ വെറ്റ് ഫുഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇപ്പം നമ്മൾ ഫുഡ് വാങ്ങിച്ചു വന്നിട്ട് കൊടുത്തിട്ട് കഴിക്കുന്നതാണ് കാണുന്നത്. അതാ നോക്കിക്കേ പുറത്ത് ഇന്നലെ തുടങ്ങിയിട്ട് മഴയാട്ടെ. ഇപ്പം ഭംഗിയാന്ന് നോക്കിക്കേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ വൈകിട്ട് എനിക്ക് തോന്നുന്നു 6:30 ആയിട്ടുണ്ട് കേട്ടോ. നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ഫുള്ള് മരത്തുമ്മ ഇലകളൊക്കെ വന്നിട്ടേ. ഇത് നമ്മുടെ സ്റ്റൗ കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട്. പക്ഷെ നമ്മളിത് കത്തിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കത്തിച്ചില്ല. ഈ വർഷം ചിലപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറക്കി വയ്ക്കും കേട്ടോ. ഇതൊക്കെ പുതിയ ഇലകൾ വന്നത് കേട്ടോ. അല്ല, ഈ പഴയ ഇലകൾ പോയിട്ട് എല്ലാ വർഷവും പുതിയ ഇലകൾ വരുമ്പോഴേ ഇലകൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ അലീന എത്തിയിട്ടുണ്ട് കേട്ടോ. അലീന എന്നാ എത്തിയത്? അലീന 2 ദിവസം മുമ്പാണ് എത്തിയത്. അലീൻ്റെ കയ്യിൽ നമ്മുടെ ആസ്പിൻ കുട്ടൻ ഇരിക്കുന്നുണ്ട്. ആസ്പിൻ എടുത്ത് വെച്ചേക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലീന ഒന്ന് പോവാട്ടോ. അലീന എവിടേക്ക് പോണേന്ന്? അലീന അന്ന് സൗത്ത് ആഫ്രിക്കക്ക് പോവാണ്. എത്ര നാളത്തേക്ക് പോണത്? 3 മാസത്തേക്ക്. എന്തിനാ പോണത്? അത് അവളവിടെ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ. ഇന്ന് വൈകിട്ടാണ് അവൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇത് കോളേജിൽ നിന്ന് പോണതല്ലേ? സ്കോളർഷിപ്പായിട്ട് പോണതല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ട് പോണതാണ്. നമ്മളാരും പോയിട്ടില്ല. എനിക്ക് ശരിക്കും പോകുമ്പോൾ പേടിയുണ്ട്. കാരണം ഞങ്ങൾ അറിയണവരാരും അവിടെ ഇല്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രൊഫസർമാർ അവരൊക്കെ ഉണ്ടാവുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ അവിടെ വേറൊരു പൂ ഉണ്ടായി നിൽക്കണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഒരു വയലറ്റ് കളർ പൂവുണ്ട്. ഇത് കുറച്ചുള്ളൂ. ഇത് ചെറിയൊരു മരമാണ്. അതിൻ്റെ കൊമ്പുകളൊക്കെ ഉണങ്ങി പോയിന്. അതിൻ്റെ തന്നെ വേറെ ഒരു മരം ഉണ്ട് അവിടെ. ഉള്ള ഭംഗിയായിരുന്നു. കണ്ട മരം ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കാടിൻ്റെ അവിടേക്ക് പോകണം പോലെ. ശരിക്കും നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെടികളൊന്നും നടില്ല. കാരണം അങ്ങനെ ചെടികളൊന്നും നട്ടണമെങ്കിൽ ഇവിടെ തണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നട്ടാലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ. കാണിക്കാം. നോക്കിക്കേ എന്ത് ഭംഗിയല്ലേ പോയി കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി. ഇവിടെ വേറൊരു അതിനോട് ചേർന്നിട്ട് വേറൊരു മരം ഉണ്ടായിരുന്നേ. അത് തന്നെ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള പൂവുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാനൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൊമ്പുകളൊക്കെ ഉണങ്ങി പോയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് വേറെ ഇപ്പോൾ കിളിർത്ത് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ആ മരം മൊത്തം പോയിന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം ആ മരത്തിന് മൊത്തം കളഞ്ഞില്ല കേട്ടോ. അതിൻ്റെ അടിയിൽ നിന്ന് ഫുള്ള് കിളിർത്ത് വരുന്നുണ്ട്. ഞാൻ മുകളിൽ ഉണങ്ങി നിൽക്കണം ആ മരം ആ കൊമ്പും കൂടി ഒന്ന് വെട്ടി കളയണം. അടിയിൽ നിന്ന് കണ്ട മരം കിളിർത്ത് വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. വേറെ 5-6 കടകളൂടെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മുടെ അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ പോവാണ്. ആ കിളി പക്ഷേ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുണ്ടല്ലോ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ വിൻഡോ കേട്ടോ. അത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ചെടി എനിക്ക് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചായ വയ്ക്കാണ് കുറച്ചിട്ട് എനിക്ക് വേണം കേട്ടോ. ഇതവിടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഗീസ് ഉണ്ടല്ലോ, ആ ഗീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോണതാട്ടെ കാണുന്നത്. ഞാൻ ഇവിടെ രാവിലെ പാർക്കിൽ ഓടാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുഞ്ഞുങ്ങളെ നോക്കിക്കേ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. 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 നല്ല
നമ്മുടെ വീട്ടിൽ ആ ഗീസ് വന്നപ്പോൾ ഇത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ ഇതിലും കുഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ. നല്ല രസമുണ്ടല്ലേ നടന്നു പോകുന്നതാണ്. അവിടെ ഉണ്ട് കേട്ടോ ഒരു സെറ്റ്. ല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ റോസുമ്മയ്ക്ക് കുറേ മുട്ടൊക്കെ ഇട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ പറഞ്ഞില്ലേ വിരിയുമ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ റോസാപ്പൂ നമ്മുടെ അവിടെ ഗ്രീൻ ഹൗസിൻ്റെ അവിടെ കിടക്കുന്ന റോസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ബോ പോലെ ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നത്. ആ റോസുമ്മ അന്ന് എനിക്കാണ് നമ്മൾ കാണിക്കുമ്പോൾ കുറച്ച് മുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു പൂ മാത്രമേ വിരിഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അതുമ്പോൾ നിറച്ചും പൂവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പൂവാട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സാരിയൊക്കെ എടുത്തിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു റോസ് ഉണ്ടല്ലോ, ചുമന്ന റോസ്. ഈ റോസുമേ എന്തെങ്കിലും കുറേ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിനും നമ്മൾ ആ ബോ പോലത്തെ കമ്പി നമ്മൾ വാങ്ങിച്ചിട്ട് വെക്കുമെന്ന് പറഞ്ഞില്ല, അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ റോസിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കായിരുന്നു. ഞാൻ അതിനെ എല്ലാത്തിനെയും കൂടിയിട്ട് ആ കമ്പിയുമ്പേക്ക് ഇങ്ങനെ പടർത്തിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇപ്പം എല്ലാ പൂവും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയേക്കാം. കാരണം ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് അവർ സൺലൈറ്റ് വരുന്ന സ്ഥലത്തേക്കൊക്കെ തിരിഞ്ഞിട്ട് ആ റോസാപ്പൂവൊക്കെ കറക്റ്റ് പൊസിഷനിൽ വരുള്ളൂ. ഇതുമ്പോൾ ആയിരുന്നാലും കുറേ പൂ ഇട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഭംഗി നമ്മുടെ അവിടുത്തെ ഗ്രീൻ ഹൗസിൻ്റെ അവിടെ നിൽക്കണം കേട്ടോ. ഈ പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയുള്ള പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത് കാണിക്കാം. പിന്നെ നമ്മളിവിടെ വേറൊരു മഞ്ഞ റോസ് ഉണ്ട്, ഇതിൻ്റെ തന്നെ പോലത്തെ വേറൊരു റോസ് ഉണ്ട്. അങ്ങനെ കുറച്ച് റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായിരുന്നാലും കാരണം റോസാപ്പൂവാൻ പിന്നെ അധികം ദിവസം നിൽക്കില്ലല്ലോ. പിന്നെ എന്തായിരുന്നാലും എനിക്ക് ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണം. അപ്പം എനിക്ക് ഉള്ളതെന്ന് പറയണില്ല, നമുക്ക് അവിടെ പോയിട്ട് മറ്റേ റോസ് കാണിക്കാം. ഇത് ഞാൻ ക്ലോസപ്പ് നിങ്ങളെ കാണിക്കും കേട്ടോ. ക്യാമറ ട്രൈപോഡ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നീനെന്ന് വെച്ചിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ പോസ്റ്റിലേക്ക് നിന്നിട്ട് അതിൽ നിന്ന് വീഡിയോയുടെ ഉള്ളിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക. ശരിക്കും നല്ല ക്യാമറമാനൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ ആ റോസിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്താലുണ്ടോ നല്ല സൂപ്പറായിട്ട് വരും. അത് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സായിരുന്നു, നമ്മുടെ സെറ്റിൽമെൻ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നന്നായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇട്ടുതരാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല. നീടെ വരുമ്പോഴേക്കാണ് പിന്നെ ലൈറ്റാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ റോസ് കാണാം. ഇവിടേക്ക് എന്തായാലും കിളികൾ നിറച്ചുണ്ട് കേട്ടോ. സമ്മറാകും പറയണ്ടല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഭംഗി കാണണമെങ്കിൽ ആ മാതിരി പൂക്കൾ ഞാൻ ഈ വർഷം നട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവിടെ പോയിട്ട് ഞാൻ റോസ് കാണാം. ഇവിടെ നമ്മുടെ ഒരു ചെയർ ഇട്ടിട്ട് ഇരിക്കുന്നില്ല, അവിടെയും കുറേ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഇതെല്ലാവരും വിരിഞ്ഞ് കഴിയാറുണ്ട്. എനിക്ക് ഞാനിപ്പോൾ ആ വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോ പിടിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗുണം പറയില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോകും. വേറെ റോസാട്ടാ ഇത്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു കഴിയുമ്പോൾ ഇത് ഓൾറെഡി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പൂ തന്നെയാട്ടോ, അത് കൊഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കൊഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂക്കളൊക്കെ ഓൾറെഡി ഇങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയില്ല. പക്ഷേ ചിലത് മുട്ടുണ്ട് കേട്ടോ, പുതിയ പൂവൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി വിരിഞ്ഞ് കൊഴിയാറായപ്പോൾ അത്രയ്ക്ക് ഭംഗി. ഇതും നല്ല മണമുള്ള റോസാട്ടാ. ഇതിപ്പോൾ ഫുള്ള് വിരിഞ്ഞിങ്ങനെ വീടാറായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മണമൊക്കെ പോയി. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ പിടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ മണത്ത് കാണിച്ചില്ല, അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത്രയ്ക്ക് ഇപ്പം മണമില്ല, കൊഴിഞ്ഞ് വീടാറായിട്ട് മണം. അപ്പം കുറേ വീടുണ്ടാവുന്നുണ്ട്. നമ്മളിങ്ങനെ ഇവിടേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണല്ലോ ഈ പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ പണികളൊക്കെ എടുക്കുമ്പോൾ സമയത്ത് ഞാൻ ഇപ്പോഴിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഓക്കെ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും. ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് ഞാൻ പറയും, ഇപ്പം നീന മാത്രമേ ഉള്ളൂ, നീനയുടെ അടുത്ത് ഞാൻ പറയും മറ്റേ റോസ് കാണിക്കാം, അതിൻ്റെ അടുത്ത് പോയി 2 ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറയും. അവർക്കൊന്നും അത്രയ്ക്ക് താല്പര്യമില്ല ഇതിൻ്റെ ഇങ്ങനെ റോസാപ്പൂവിൻ്റെ അടുത്ത്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അവർ പോയിട്ട് ഫോട്ടോ എടുക്കും. വീട്ടിലുണ്ടാവും
ഉണ്ടാവും അതിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ നമുക്ക്. എല്ലാ വർഷവും ഉണ്ടാവും, പക്ഷെ അവരെടുത്ത് എടുക്കാൻ പറ്റില്ല, അവരെടുക്കില്ല. ഞാൻ മാത്രമാണ് ഈ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത്. ഇതുമേ കുറേ പൂ ഉണ്ടായിട്ടുണ്ടാവും. ഇതുമേ ഉണ്ടാവട്ടെ, ഇതുമേ 2-3 ട്രിപ്പ് ഉണ്ടാവും. ശരിക്കും റോസിന് നല്ല വെയിൽ വേണമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നല്ല വെയിൽ കുറവാണ്. പക്ഷെ ആ റോസിൻ്റെ അടുത്ത് കാണിക്കാം, കൊണ്ട് പറയുന്നില്ല അതിനെക്കുറിച്ച്. അവിടെ നല്ല നല്ല വെയിലാണ്, രണ്ടേക്ക് നന്നായിട്ട് പൂവുണ്ടാവും. മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. പൂ വിരിയാൻ വേണ്ടിയിട്ട് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ എടുക്കും പൂ വിരിയാൻ വേണ്ടിയിട്ട്. ഇതാട്ടാ നമ്മുടെ റോസാപ്പൂ. ഇവിടെയൊക്കെ നോക്കിക്കേ, ഈ പൂവൊക്കെ വിരിഞ്ഞിട്ട് ഇപ്പം 3 ആഴ്ച ആവാറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറേ മുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ പുതിയ പുതിയ പൂവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം വിരിഞ്ഞ പൂവാട്ടാ. ഇതിൻ്റെ കൊലയൊക്കെ നോക്കിക്കേ, ഈ പൂവിനുണ്ടല്ലോ താങ്ങാൻ പറ്റാണ്ട് ഇതൊക്കെ താഴത്തേക്ക് വീണേക്കാട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പടർന്ന് പിടിക്കുന്ന റോസാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടിന് അത്രയ്ക്ക് കട്ടി ഉണ്ടാവില്ല. അപ്പം അതെല്ലാവരും ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കൂമ്പി കിടക്കാം പൂവ്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ അറാ പോലെ കമ്പി വെച്ചിട്ട് അതുമേക്ക് നമ്മൾ കുറേ പടർത്തിയിട്ടുണ്ട്. ഈ കൊമ്പൊക്കെ അപ്പുറത്തെ സൈഡിൽ കിടന്നിരുന്നത്, ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കിയതാണ്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അതിന് നീളം വന്നിട്ടില്ല. ഇതിനെ അങ്ങോട്ട് കമ്പിയുമേക്ക് അങ്ങോട്ട് കയറ്റണം. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ പൂവിൻ്റെ ഭംഗിയുണ്ടല്ലോ, ശരിക്കും അത് ക്യാമറയിൽ ശരിക്കും അത്രയ്ക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ശരിക്കും ഇതുണ്ടല്ലോ നേരിട്ട് കാണണം, അതാണ് ഈ പൂവിൻ്റെ ഭംഗി. ഇവിടെയൊക്കെ നോക്കിക്കേ, നല്ല തിക്കാട്ടാ ഈ പൂവ്. അതേപോലെ തന്നെ ഈ പൂവിനായിരുന്നാലും നല്ല മണമുണ്ട് കേട്ടോ. നല്ല ഭംഗിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ കണ്ടുണ്ടെങ്കിൽ നമുക്ക് കൊതി മാറില്ല. അതേപോലെയാണ്, അത്രയ്ക്ക് ഭംഗിയായി പൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടുത്തെ ഈ സൈഡിൽ അയ്യോ നോക്കിക്കേ, അത് മൊത്തം എൻ്റെ കയ്യിലേക്ക് അടർന്നു വീണോട്ടോ. കാരണം ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നേ. കേട്ടാ, ഇത് ആദ്യമായിട്ട് ഒരു പൂ തമ്മിൽ വീഴുന്നതാട്ടോ. ഞാൻ ചെന്ന് പിടിച്ചപ്പോൾ മൊത്തം അത് വീണു. ഈ സൈഡിലെ പൂവൊക്കെ അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ വീഴാറായിട്ട് കിടക്കാം. കിളി എന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മുകളിലേക്ക് ഉണ്ടല്ലോ കുറേ പൂവൊക്കെ ഉണ്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. അത് ശരിക്കും ഇങ്ങനെ വിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പകുതിയായിട്ട് വരില്ലേ, ആ സമയമാകുമ്പോഴാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. കാരണം ഇതിങ്ങനെ കുറേ ലെയർ ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ പെറ്റൽസിനൊക്കെ ആയിരുന്നാലും നല്ല വലുപ്പം, ഞാനിപ്പോൾ തുടങ്ങിയില്ല. അതെനിക്ക് നല്ല നല്ല വീതി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇത് ഡബിൾ കളറാന്ന് പറഞ്ഞില്ലേ, ഇതങ്ങനെ സാധാരണ നമ്മൾ കാണുന്ന റോസ് അല്ല കേട്ടോ. ശരിക്കും ഞാനിങ്ങനെ പിക്ചറിലൊക്കെ ആയിരുന്നാലും നമ്മളിങ്ങനെ കുറേ റോസൊക്കെ കാണില്ലേ, പക്ഷെ ഇത്രയ്ക്ക് ഭംഗിയുള്ള റോസ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വേറെയും കുറേ റോസുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ റോസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റോസ്. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഇത് കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എല്ലാ ദിവസവും ഓടാൻ പോയിട്ട് വരുമ്പോൾ എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കും. എന്നിട്ട് ഞാൻ പിള്ളേർക്കൊക്കെ എല്ലാ ദിവസവും അയച്ചു കൊടുക്കും. ആ പിള്ളേർ പറയും, മമ്മി എല്ലാ ദിവസവും എടുത്തിട്ട് റോസാപ്പൂവിൻ്റെ ഫോട്ടോ അയക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും. ഞാൻ പറയും അത്രയ്ക്കും ഭംഗിയുടെ എപ്പോൾ കണ്ടാലും നമുക്കത് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും. എല്ലാ പൂവും കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടല്ലോ
ഓരോ മാലാക കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നിൽക്കണ പോലെയാണ്. കുഞ്ഞു പൂവ്, ആ കുഞ്ഞു മുട്ടുണ്ടല്ലോ, ആ കിളി അവിടെ നിന്നുണ്ട് ഭയങ്കര സണ്ണിട്ടാകാൻ. ആ കുഞ്ഞു മുട്ടുണ്ടല്ലോ, ആ കുഞ്ഞു മുട്ടുണ്ട് ഏറ്റവും രസം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളെ ഇത് ക്ലോസപ്പ് കാണിക്കാം കേട്ടോ. ഇപ്പം ഇത് അധികം ദിവസം നിൽക്കില്ല. റോസിൻ്റെ ഒരു കുഴപ്പം അങ്ങനെയാണല്ലോ. റോസാപ്പൂ നമ്മുടെ മറ്റേ ഡാലിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നിൽക്കുമല്ലോ. പക്ഷേ റോസൊക്കെ ആകുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച അത്രയ്ക്കൊക്കെ നിൽക്കുള്ളൂ. ഇത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഇതുമ്പോൾ മുട്ടുണ്ടായിട്ട് പൂ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ആയിക്കൂടി സമ്മർ ആയിക്കൂടി 3 മാസമല്ലേ ഉള്ളൂ. ആ 3 മാസത്തിൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ നമുക്ക് 2 പ്രാവശ്യം നമുക്ക് ഇതുമ്പോൾ പൂ ഉണ്ടാവാം. പക്ഷെ ഉണ്ടാവുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നിങ്ങളിതുണ്ടല്ലോ നേരിട്ട് കാണണം, അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി. ഇതാ നോക്കിക്കേ, ഇവിടെ പറഞ്ഞാൽ വിരിഞ്ഞുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയില്ല, അത്രയ്ക്കും ഭംഗിയാണ്. ഇത് തൊട്ടുണ്ടെങ്കിൽ ഇപ്പം അതാ നോക്കിക്കേ, ഇത് ഞാനെങ്കിൽ തൊട്ടപ്പോൾ ഇങ്ങനെ പോന്താ. കാരണം ഇന്നലെ സത്യം പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. സത്യം മഴ പെയ്യുമ്പോൾ ഞാൻ നീനയുടെ അടുത്ത് പറയുന്നു, അയ്യോ എന്തൊരു മഴയാണ്, എൻ്റെ പൂ പെട്ടെന്ന് പോകുമെന്ന് പറയും. കാരണം ഇത് ഭയങ്കര ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കണതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഇത് മഴയ്ക്ക് പെയ്യുമ്പോൾ പെട്ടെന്ന് പോകും. കണ്ട, നമ്മൾ തൊടുമ്പോൾ എല്ലാവരും പോരാ. പിന്നെ തണ്ടിനായിരുന്നാലും അത്രയും കട്ടിയില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പൂവാറായിട്ടുള്ള പൂവാട്ടോ. ശരിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ താമരപ്പൂ ഉണ്ടല്ലോ, താമരപ്പൂവിൻ്റെ പോലെയാണ്. ഇവിടെ നിറച്ചിഞ്ഞിപ്പോൾ പൂവിൻ്റെ ഈ പെറ്റൽസ് കൊണ്ട് നിറയും. ശരിക്കും ഈ പൂവൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടിങ്ങനെ ചില ആൾക്കാരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യില്ലേ. നമ്മൾ കഴിഞ്ഞ വർഷം മറ്റേ ചുവന്ന പൂവിൻ്റെ ഈ പെറ്റൽസ് എടുത്തിട്ട് നമ്മൾ ബെഡ്ഷീറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളറൊട്ടും ഫെയ്ഡായിട്ടില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നോക്കണം. അത് തിളപ്പിച്ചിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എസൻസായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ മറ്റേ റോസ് അന്ന് നമ്മൾ ബെഡ്ഷീറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല മണവും എന്നിട്ട് നല്ല ഐസ് വാട്ടർ ഇട്ടിട്ട് നമ്മൾ കുടിക്കാനൊക്കെ ആണെങ്കിലും നല്ല 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 ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും ഇപ്പോൾ നേരം കിട്ടണില്ല. കാരണം സമ്മറൊക്കെ ആയതുകൊണ്ട് പുറത്തൊക്കെ ആയിരുന്നാലും കുറേ പണിയുണ്ടല്ലോ. ഇന്ന് രാവിലെയൊക്കെ ആയിരുന്നാലും അവിടെ പോയി കളക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സൗണ്ട് പോലെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഈ പൂവാണ് ഏറ്റവും അധികം വിരിഞ്ഞത്. ഇങ്ങോട്ടേക്ക് നല്ല ഭംഗിയുണ്ട്. ഞാൻ തുടർന്നില്ല, പൂ അധികം തൊട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പൂവെല്ലാം കൂടിയിട്ട് മഴ വീഴുന്നു. ഞാൻ നിങ്ങളെ ഇതേ ക്ലോസപ്പ് കാണിക്കാം. എല്ലാവരും എത്തിയാ? കൂട്ടിക്കാരാൻ നേരമല്ലോ. താറാവ് എവിടെയാ?